നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത് സ്പേസിലെ പോയിൻറ്റ്സിൻ്റെ ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷൻസിനെ കുറിച്ചിട്ടാണ്. സ്പേസിലെ പോയിൻറ്റ്സിന് ഒരു പോയിൻ്റ് തന്നാൽ അതിൻ്റെ XYZ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചിട്ട് ഉള്ള റെപ്രസെൻറ്റേഷനെ നമ്മൾ റെക്റ്റാങ്കുലർ റെപ്രസെൻറ്റേഷൻ എന്നാണ് പറയാം. അതേപോലെ തന്നെ പല രീതിയിൽ നമുക്ക് സ്പേസിലെ പോയിൻറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും പ്ലെയിനിലെ പോയിൻറ്റ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ, കാർട്ടീഷ്യൻ റെപ്രസെൻറ്റേഷനിൽ എക്സ് ആക്സിൽ എത്ര മൂവ് ചെയ്തിട്ടുണ്ട്, വൈ ആക്സിൽ എത്ര മൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യുക പ്ലെയിനിലെ പോയിൻറ്റ്സിനെ. അതേപോലെ തന്നെ അതിലെ പോളാർ റെപ്രസെൻറ്റേഷനും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, രണ്ട് ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷനാണ്. ഇതേ രൂപത്തിൽ നമുക്ക് സ്പേസിലും പറയാം. അതാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. ഓക്കെ, സ്പേസിലെ ഒരു പോയിൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേറൊരു കോർഡിനേറ്റ് സിസ്റ്റമാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ ഒരു പോയിൻ്റ് നമ്മൾക്കറിയെങ്കിൽ, സ്പേസിലൊരു പോയിൻ്റ് നമ്മൾക്കറിയെങ്കിൽ നമ്മൾ ആ പോയിൻറ്റിനെ XY പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, XY പ്ലെയിനിൽ പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ചിട്ട് കിട്ടുന്ന ആ പോയിൻറ്റും ഒറിജിനും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് R. അപ്പോൾ R എന്തായിരിക്കും, XYZ എന്നുള്ള പോയിൻറ്റിനെ XY പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യിക്കുമ്പോൾ പോയിൻ്റ് എന്തായിരിക്കും, പോയിൻ്റ് X,Y,0. ആ പോയിന്റിലേക്കുള്ള ഒറിജിനുള്ള ഡിസ്റ്റൻസ് √(x²+y²+0²), അതായത് √(x²+y²) ആയിരിക്കും. ഇനി ആ പോയിന്റിലേക്ക് വരക്കുന്ന, പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ആ പോയിന്റിലേക്ക് വരക്കുന്ന ലൈനും പോസിറ്റീവ് എക്സ് ആക്സും ആൻറ്റി ക്ലോക്ക് വൈസിൽ പോസിറ്റീവ് എക്സ് ആക്സിലും ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ തീറ്റ എന്ന് കൊടുത്താൽ തീറ്റ എന്തായിരിക്കും, tan ഇൻവേഴ്സ് ഓഫ് y/x ആയിരിക്കും, അല്ലെങ്കിൽ tan θ = y/x ആയിരിക്കും. അവിടുന്ന് ആംഗിൾ തീറ്റ എന്താ പറയുക, tan ഇൻവേഴ്സ് ഓഫ് y/x. Z കോർഡിനേറ്റ് ആയിട്ട് നമ്മൾ എന്താണോ പോയിൻ്റ് Z കോർഡിനേറ്റ് അത് തന്നെ എടുക്കും. ഓക്കെ, അതായത് നമ്മളുടെ എക്സ് കോർഡിനേറ്റ് എക്സിനപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, tan ഇൻവേഴ്സ് ഓഫ് y/x ആണ് തീറ്റ. അപ്പോൾ എക്സ് എന്തായിരിക്കും, r cos θ, y r sin θ, z തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു പോയിൻറ്റിൻ്റെ റെക്റ്റാങ്കുലർ റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള റെപ്രസെൻറ്റേഷൻ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക r √(x²+y²), θ tan ഇൻവേഴ്സ് ഓഫ് y/x, z z. ഇനി നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെക്റ്റാങ്കുലർ റെപ്രസെൻറ്റേഷൻ കാണണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, x = r cos θ, y = r sin θ, z z. ഇതാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. ഇനി എങ്ങനെ ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് വരാമെന്ന് നോക്കാം. ദി പോയിന്റ് 3π/4 ഈസ് എക്സ്പ്രസ്ഡ് ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. ഫൈൻഡ് ഇറ്റ്സ് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സ്. നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ആ പോയിൻറ്റിൻ്റെ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സ് കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പോൾ എന്തായിരിക്കും, ഇവിടെ പോയിൻറ്റ്സ് വരുമ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് r ആണ്, സെക്കൻഡ് കോർഡിനേറ്റ് θ ആണ്, തേർഡ് കോർഡിനേറ്റ് z ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എക്സ് എന്തായിരിക്കും, r cos θ, അതായത് 3 cos π/4. അപ്പോൾ എന്ത് വരും, 3 × cos π/4 1/√2, അപ്പോൾ 3/√2. അതേപോലെ തന്നെ y = 3 sin π/4. സിംപ്ലിഫൈ ചെയ്താൽ sin π/4 1/√2 ആണ്, അപ്പോൾ 3/√2 വരും. z തന്നെയാണ്, അപ്പോൾ z = 3. അപ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സ് ഏതായിരിക്കും, 3/√2, 3/√2, 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The point -√2, √2 is expressed in rectangular coordinates. Find its cylindrical coordinates. നമുക്ക് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, ഒരു പോയിൻറ്റിൻ്റെ -√2, √2, അതിനെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കുക, r = r θ z എന്നുള്ള രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്ത് കൊടുക്കണം. r എന്തായിരിക്കും, √(x²+y²)
അതായത് എക്സ് ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 2, വൈയും സ്ക്വയർ റൂട്ട് ഓഫ് 2. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ വരും. അതായത് സിംപ്ലിഫൈ ചെയ്താൽ സ്ക്വയർ റൂട്ട് ഓഫ് 2 + 2 വരും. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 4, അതായത് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്തായിരിക്കും 2 ആയിരിക്കും. അല്ലെങ്കിൽ r² 2 ആയിരിക്കും, +or-2. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്നുള്ള രൂപത്തിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് 2 മാത്രമേ വരുള്ളൂ. പക്ഷേ ഏറ്റവും നല്ലത് ഈ റെപ്രസെൻറ്റേഷൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കുകയാണ്. r² = x² + y² എന്ന് അങ്ങനെ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? r² = x² + y², അതായത് r² = √2² + √2², അതായത് r² 4, അതായത് r +or-2. അതാണ് കുറച്ചുകൂടെ നല്ല രീതിയിൽ എഴുതാന്ന് പറയും. ഓക്കെ, ഇനി തീറ്റനെ കാണണമെങ്കിൽ ആംഗിൾ, ഞാൻ നേരത്തെ പറഞ്ഞ തീറ്റനെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ഇക്വേഷൻ ഉപയോഗിക്കുക? tan ഇൻവേഴ്സ് ഓഫ് y/x എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്താ വേണ്ടത്? നമ്മളുടെ ഇക്വേഷൻ tan θ = y/x ആണ്. tan θ = y/x ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? tan θ = √2 / -√2 വരും. അതായത് tan θ = -1 വരും. tan θ = -1. tan θ എപ്പോഴാണ് -1 ആവുക? തീറ്റ -π/4 ആകുമ്പോഴാണ് ഒരു ടൈമിൽ tan θ -1 ആവുക. ഓക്കെ, ഈ -π/4ൻ്റെ കൂടെ പൈകൾ ആഡ് ചെയ്താലും, പൈൻ്റെ മൾട്ടിപ്പിൾസ് ആഡ് ചെയ്താലും tan θ എന്ത് തന്നെയായിരിക്കും? -1 തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് -π/4 + nπ എന്നുള്ള രൂപത്തിൽ എഴുതാം. ഓക്കെ, അപ്പോൾ അതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ r-ന് 2 ചോയ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ചോയ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇവിടെ ഏറ്റവും നല്ലത് r² = x² + y², അതേ രൂപത്തിൽ കൊടുക്കുകയാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കേസിൽ r +or-2 കിട്ടിയിട്ടുണ്ട്. θ = -π/4 + nπ എന്നുള്ള രൂപത്തിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ r = 2 ചൂസ് ചെയ്യുകയാണെങ്കിൽ തീറ്റ എന്ത് കൊടുക്കുക? r = 2 ആകുമ്പോൾ +2 ആകുമ്പോൾ തീറ്റ ആയിട്ട് എന്തിനെ ചൂസ് ചെയ്യുക? -π/4. ഓക്കെ, ചെറിയൊരു കറക്ഷൻ ഉണ്ട് നോട്ടിൽ, ശ്രദ്ധിക്കുക. tan ഇൻവേഴ്സ് ഓഫ് -1 എന്താണ്? 3π/4 ആണ്. ഓക്കെ, അവിടെയാണ് കറക്ഷൻ ഉള്ളത്. tan ഇൻവേഴ്സ് ഓഫ് -1 3π/4 ആണ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? tan θ = 1 ആവണം. അപ്പോൾ തീറ്റ ആയിട്ട് എന്തിനു ചൂസ് ചെയ്യാം? 3π/4 + nπ എന്നുള്ള രൂപത്തിൽ ഏത് ആംഗിളിന് ചൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ r-ന് 2 ചോയ്സ് ഉണ്ട്. അപ്പോൾ r = 2 ചൂസ് ചെയ്ത് θ = 3π/4, n0 ചൂസ് ചെയ്തപ്പോൾ എന്ത് കിട്ടും? 3π/4 തന്നെ കിട്ടും. പിന്നെ z തന്നെയാണ് 2 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പോളാർ റെപ്രസെൻറ്റേഷൻ. ഇനി r = -2 ചൂസ് ചെയ്യുമ്പോൾ n = 1 ചൂസ് ചെയ്യുക. അപ്പോൾ 3π/4 + nπ എന്നുള്ള രൂപത്തിൽ വരും. അപ്പോൾ അതിനെ തീറ്റ ആയിട്ട്, അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്താൽ 7π/4 എന്ന് വരും. പിന്നെ z = 2 തന്നെയാണ് പോളാർ കോർഡിനേറ്റ്സിലും വരിക. കാരണം z-നെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല, പോളാർ അല്ല, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. അപ്പോൾ വേറെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ -2 7π/4 2 എന്നുള്ള രൂപത്തിൽ വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Find an equation in cylindrical coordinates of the surface with
ദി ഗിവൺ റെക്ടാങ്കുലർ ഇക്വേഷൻസ്. ഓക്കെ, ഫസ്റ്റുള്ള ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു തരാം, ബാക്കിയുള്ളത് നിങ്ങൾ നോക്കുക. ഫസ്റ്റ് സർഫസ് ഏതാ? x² + y² = 9z. ഓക്കെ, അപ്പോൾ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിലുള്ള സർഫസിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിനെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലേക്ക് മാറ്റാനാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുക? x = r cos θ, y = r sin θ, z = z. അപ്പോൾ ഇക്വേഷനിൽ എക്സിന് r cos θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈക്ക് r sin θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വരും? r² cos² θ + r² sin² θ എന്ന് വരും. അതിൽ നിന്ന് r² കോമൺ എടുത്താൽ നമുക്ക് എന്ത് വരും? r² × cos² θ + sin² θ വരും. cos² θ + sin² θ 1 ആയിരിക്കും. അപ്പോൾ r² = 9z എന്ന് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പിലൊന്ന് ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആൻ ഇക്വേഷൻ ഇൻ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ഫോർ ദി സർഫസ് വിത്ത് ഗിവൺ സിലിണ്ടറിക്കൽ ഇക്വേഷൻ. ഒരു സർഫസിൻ്റെ സിലിണ്ടറിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ റെക്ടാങ്കുലർ ഇക്വേഷൻ കണ്ടെത്താനാണ്. അതായത് എക്സിലും വൈയിലും സെഡിലുള്ള ഇക്വേഷൻ കണ്ടെത്താനാണ്. ഓക്കെ, ഒന്നാമത്തെ സർഫസ് ഏതാ? 2 സർഫസ് ഉണ്ട്, രണ്ടാമത്തെ നിങ്ങൾ ട്രൈ ചെയ്യുക. ഒന്നാമത്തെ സർഫസ് ഏതാ? θ = π/4 എന്നുള്ള സർഫസ്. θ = π/4 എന്നുള്ള സർഫസിൻ്റെ റെക്ടാങ്കുലർ ഇക്വേഷനാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? x = r cos θ, y നേരെ തിരിച്ച് r² = x² + y², അല്ലെങ്കിൽ r വരുന്നിടത്തൊക്കെ √x² + y² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. θ വരുന്നിടത്ത് tan 1 y/x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ, z വരുന്നിടത്ത് ചേഞ്ച് ഒന്നും വേണ്ട, കാരണം z-നെ നമ്മൾ ചേഞ്ച് ചെയ്യില്ല കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ ഇവിടെ θ മാത്രമേ ഉള്ളൂ. അപ്പോൾ θ എന്താണ്? tan 1 y/x ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? tan 1 y/x = π/4. അതായത് y/x = tan അപ്ലൈ ചെയ്താൽ tan of π/4 വരും, 1 വരും. അതായത് y = x, അതിനെ സിമ്പിൾ y/x = 1 എന്ന് കിട്ടും. അതായത് y = x എന്ന് കിട്ടും. ഇതാണ്, ഇങ്ങനെയാണ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ്റെ കേസിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. x = r cos θ ആണ്, y = r sin θ ആണ്, z ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്ത് r² വരുന്നിടത്തൊക്കെ നിങ്ങൾക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? x² + y² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ θ വരുന്നിടത്ത് tan 1 y/x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അല്ലാതെ പിന്നെ സിംപ്ലിഫൈ ചെയ്തിട്ട് ചെയ്യാം. ഈ കേസിൽ r² cos 2θ - z² = 4 ആണ്. അപ്പോൾ cos 2θൻ്റെ എക്സ്പാൻഷൻ നമുക്കറിയാം, സൈനിലും കോസിലും. അപ്പോൾ എന്ത് എഴുതാം? r² × cos 2θ എന്തിന് ഈക്വലാണ്? cos² θ - sin² θയ്ക്ക് ഈക്വലാണ്, -z² = 4. അപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് കൊടുത്താൽ, ബ്രാക്കറ്റ് ബ്രേക്ക് ചെയ്താൽ r² cos² θ - r² sin² θ - z² = 4 എന്ന് വരും. r² cos² θനെ നിങ്ങൾക്ക് എന്ത് എഴുതാം? r cos θ² എന്ന് എഴുതാം, - r sin θ² - z² = 4. r cos θ എന്താണ്? x ആണ്. അപ്പോൾ x² - y² - z² = 4 എന്ന് വരും. ഓക്കെ, ബാക്കിയുള്ള 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സസൈസ് ആയിട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വേറൊരു കോർഡിനേറ്റ് സിസ്റ്റമാണ് സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഈ സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം എന്താണെന്ന് ആദ്യം പറയാം. നമ്മൾ സ്പേസിലുള്ള ഒരു പോയിൻ്റാണ് പി എന്ന് വരുന്നത്. ഓക്കെ, അതിൻ്റെ എക്സ് കോർഡിനേറ്റ് കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള, അതായത് റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള റെപ്രസെൻറ്റേഷൻ XYZ ആണെങ്കിൽ നമുക്ക് ആ പോയിൻറ്റിനെ വേറൊരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്ത് കൊടുക്കാം. എന്ത് ചെയ്യാം? നമ്മൾ ഒറിജിന് ആ പോയിൻറ്റിലേക്ക് ഒരു ലൈന് കൺസിഡർ ചെയ്യാം. ഒറിജിൻ ആ പോയിൻറ്റിലേക്കുള്ള ലൈന് കൺസിഡർ ചെയ്താൽ അതിൻ്റെ ലെങ്ത്ത്, ആ ലൈൻ്റെ ലെങ്ത്തിന് ഞാൻ റോ എന്ന് വിളിക്കുന്നുണ്ട്. റോ. അപ്പോൾ റോ എന്തായിരിക്കും? x² + y² + z² ആയിരിക്കും. റോ സ്ക്വയർ = x² + y² + z² ആയിരിക്കും. ഓക്കെ, ഇനി ഈ ലൈനും z ആക്സും ഉണ്ടാക്കുന്ന ആംഗിളിനെ ഫൈ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഫൈ. അതേപോലെ തന്നെ
ഈ പോയിന്റിനെ XY പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുക. XY പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ചാൽ കിട്ടുന്ന പോയിന്റ് ഏതായിരിക്കും? XY0 ആയിരിക്കും. ഈ XY0 എന്നുള്ള പോയിന്റിലേക്ക് ഒറിജിനൽ ലൈന് കൺസിഡർ ചെയ്യുക. ആ ലൈനിൻ്റെ ലെങ്ത്ത് R ആയിട്ട് എടുത്താൽ R² = X² + Y² ആയിരിക്കും. ഈ ലൈനും പോസിറ്റീവ് എക്സ് ആക്സിസ് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ഓക്കെ, ഈ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് നമുക്ക് ആ പോയിന്റിനെ റെപ്രസെൻ്റ് ചെയ്ത് കൊടുക്കുക. റോ തീറ്റ ഫൈ. ഫൈ എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലേക്ക് വരക്കുന്ന ലൈൻ സെഗ്മെൻറ്റും Z ആക്സിസും ഉണ്ടാക്കുന്ന ആംഗിൾ. തീറ്റ എന്ന് പറഞ്ഞാൽ ആ പോയിന്റിനെ XY പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യിച്ചിട്ട് ആ പോയിന്റും ഒറിജിൻ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റും X ആക്സും ഉണ്ടാക്കുന്ന ആംഗിൾ. ഓക്കെ, ഈ ഇൻഫോർമേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ പോയിന്റിൻ്റെ സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം എഴുതുന്നത്. സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ റോ തീറ്റ ഫൈ. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഒരു പോയിന്റിൻ്റെ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം തന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം എങ്ങനെയാണ് എഴുതുന്നത്. റോ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷനാണ് റോ² = X² + Y² + Z². ഓക്കെ, അതായത് റോ = X² + Y² + Z². cos phi ഫൈ കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് cos phi = Z/X² + Y² + Z². അതായത് phi = cos inverse of Z/X² + Y² + Z². തീറ്റ tan inverse of Y/X നേരത്തെ കേസിലാണ്. ഇനി നമുക്ക് ഒരു പോയിന്റിൻ്റെ സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നേരെ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ആണ് ഇത്. X = rho sin phi cos theta, Y = rho sin phi sin theta, Z = rho cos phi. ഓക്കെ, ഇനി ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് പറയാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി പോയിന്റ് 3 π/3 π/4 is expressed in spherical coordinates. Find its rectangular coordinates. റോ അപ്പോൾ ആ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിലാണ് അത് തന്നിട്ടുള്ളത്. അപ്പോൾ റോ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. റോ = 3, phi = π/3, തീറ്റ = π/3, phi = π/4. അപ്പോൾ എക്സ് എന്തായിരിക്കും? നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കുക. X = rho sin phi cos theta. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 3 × sin π/4 × cos π/3. സിംപ്ലിഫൈ ചെയ്യുക. ഫൈനൽ ആൻസർ 3/2 √2 വരും. ഓക്കെ, ഇതേപോലെ y = rho sin phi sin theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് y-ൻ്റെ വാല്യൂ കിട്ടും 3 × √3 / 2 × √2. z rho cos phi. phi എന്താണ്? π/4 ആണ്. അപ്പോൾ റോ 3 cos π/4 വരും. അതായത് 3 × 1/√2, അതായത് 3/√2. അപ്പോൾ എക്സ് വൈ സെഡ് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സിലുള്ള റെപ്രസെൻറ്റേഷൻ എന്തായിരിക്കും? അപ്പോൾ 3/2 √2 3 × √3 / 2 √2 3/√2. Next question. The points √3, 3, 2 is expressed in rectangular coordinates. Find its spherical coordinates. പോയിന്റിൻ്റെ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് കാണാനാണ് പറഞ്ഞത്. അതായത് x = √3, y = 3, z = 2 ആണ്. അതിൻ്റെ എന്ത് കാണണം? സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള റെപ്രസെൻറ്റേഷൻ കാണണം, എക്സ്പ്രഷൻ കാണണം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് റോ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷനാണ്. അതായത് റോയും ഫൈയും തീറ്റയും കാണണം. റോ എന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. റോ സ്ക്വയർ = X² + Y² + Z². എക്സിൻ്റെ വൈൻ്റെയും വാല്യൂ സെഡിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 16 കിട്ടും. അവിടുന്ന് റോ എന്താണെന്ന് പറയാം? √16 4 ആണെന്ന് പറയാം. ഇനി കോസ് ഫൈ കണ്ടെത്തിയാൽ ഫൈ എന്താണെന്ന് കാണാം. കോസ് ഫൈ എന്താണ്? z / X² + Y² + Z². സെഡിൻ്റെയും എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 1/2 കിട്ടും. അവിടുന്ന് നമുക്ക് ഫൈ എന്താണെന്ന് പറയാം? കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറയാം. അതായത് π/3. അപ്പോൾ ഫൈ ആയി. ഇനി തീറ്റ ആണെങ്കിൽ tan ഇൻവേഴ്സ് ഓഫ് y/x. വൈൻ്റെയും എക്സിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ tan ഇൻവേഴ്സ് ഓഫ് √3 വരും. tan ഇൻവേഴ്സ് ഓഫ് √3 എന്താണ്? π/6 ആണ്. tan എപ്പോഴാണോ √3 ആവുന്നത് അതാണ് tan ഇൻവേഴ്സ് ഓഫ് √3.
ആൾ ടാൻ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റേഞ്ചിനെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള റെപ്രസെൻറ്റേഷൻ എന്തായിരിക്കും? 4π/3 π/3. സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടാണ് എടുക്കുക. അതുകൊണ്ടാണ് റോ സ്ക്വയർ 16 ആയതുകൊണ്ട് റോ ഈക്വൽ ടു 4 ആണെന്ന് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ തീറ്റ 0 to 2π കൺസിഡർ ചെയ്യും. ഫൈനെ നമ്മൾ 0 to πയിൽ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. 0ൻ്റെയും പൈൻ്റെ ഇടയിലുള്ള വാല്യൂസ് മാത്രമേ കൺസിഡർ ചെയ്യൂ. ഓക്കെ, ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സസൈസ് ആയിട്ട് ചെയ്യുക. സോൾവ് ചെയ്തതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം.